നിങ്ങൾക്കറിയാമോ, ബൈബിൾ വെളിപ്പെടുത്തുന്നത് ആദ്യം 2 ലിവ്യാത്തനുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. പക്ഷെ തിരുവെഴുത്തുകൾ അനുസരിച്ച് ദൈവത്തിന് ഒരെണ്ണം നീക്കം ചെയ്യേണ്ടി വന്നു. ദൈവം 5-ാം ദിവസം അവയെല്ലാം സൃഷ്ടിച്ചു. അവ വളരെ കാലം കടലിന്റെ ആഴത്തിൽ വസിച്ചു. എന്നിരുന്നാലും ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ ദൈവം കടൽ പിളർന്നപ്പോൾ ഒരു ലിവ്യാത്തൻ ഉൾപ്പെടെ നിരവധി കടൽ ജീവികളെ നശിപ്പിച്ചുവെന്നാണ് വചനം പറയുന്നത്. അവൻ ലിവ്യാത്തന്റെ തലകൾ തകർത്ത് മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവർക്ക് ഭക്ഷണമായി നൽകി. രസകരമെന്ന് പറയട്ടെ, അന്ത്യകാലത്ത് ദൈവം പ്രകൃതിയിൽ ശേഷിക്കുന്ന ലിവ്യാത്തനെ നശിപ്പിക്കുമെന്ന് ബൈബിൾ പറയുന്നു. ദൈവം പലപ്പോഴും കാളകൾ, പശുക്കൾ, കോഴികൾ എന്നിങ്ങനെയുള്ള ജീവികളെ ജോഡികളായി സൃഷ്ടിച്ചു. അതിനാൽ ഒരു ആണും പെണ്ണും ലിവ്യാത്തൻ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഒരുപക്ഷെ അവയുടെ പുനരുൽപാദനം തടയാനായിരിക്കാം. ഇപ്പോൾ ഇതാണ് വരുന്ന ഒരു വലിയ ചോദ്യം. ദൈവം 2 ലിവ്യാത്തനുകളെയും ജീവിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.